ഇതൊരു സിമ്പിൾ റെസിപ്പി ആയാലും അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാട്ടർ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ബോയിലായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാനുള്ള നൂഡിൽസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നൂഡിൽസ് മുങ്ങാൻ പാകത്തിലായിരിക്കണം നമ്മൾ വെള്ളം എടുക്കേണ്ടത്. 10 to 15 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ നൂഡിൽസ് നന്നായി കുക്കായി വരും. കുക്കായി വന്ന നൂഡിൽസ് നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ട് ഒന്ന് കോൾഡ് വാട്ടറിൽ നിന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി 1 കപ്പ് ബോൺലെസ് ചിക്കൻ പീസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് ഓയിലിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. അത്യാവശ്യം വലിയ പാത്രത്തിന് സ്റ്റവിലേക്ക് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് 1 കപ്പ് ഒനിയൻ, എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. നന്നായി വഴറ്റിയ ശേഷം 1.5 കപ്പ് ക്യാബേജ് ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ നൂഡിൽസ് ഈസ് റെഡി ടു ബി സെർവ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെരി ടേസ്റ്റിയാണ്. താങ്ക് യു, ബൈ.